അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് യുകെയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത അടിപൊളി ജീൻസ് ടോപ്പിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം ബ്ലാക്ക് ജീൻസിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്പുകളാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ജീൻസ് ഒരു യൂണിവേഴ്സൽ സംഭവമാണല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടോപ്പുകളാണ്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഓൺലൈൻ പർച്ചേസ് അല്ല, ഞാൻ ഇൻ സ്റ്റോറിൽ പോയി പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ലിങ്കും അങ്ങനെയൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഞാൻ മാക്സിമം ഏത് കമ്പനിയിൽ നിന്നാണ്, ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്നപ്പം കുറേ ടീഷർട്ടുകളാണ് മേടിച്ചുകൊണ്ട് വന്നത്. കാരണം നമ്മൾ ഇവിടെ ഉള്ളവർ എങ്ങനത്തെ ഡ്രസ്സുകളാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറേ ഡ്രസ്സുകൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് വെറുതെ പെട്ടിയിൽ പൂട്ടി വെക്കണ്ടല്ലോ എന്നോർത്ത് ഞാനൊരു 4 ടീഷർട്ടുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ ഓർത്തു. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം പർച്ചേസ് ചെയ്തതാണ് ഈ ഒരു വൈറ്റ് ഡ്രസ്സ്. അപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾ നേരത്തെ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ എന്താ മേക്കപ്പ് ആയിരുന്നു, കൊറിയൻ മേക്കപ്പ്. ഓക്കെ, നമ്മുടെ കൊറിയൻ മേക്കപ്പിനകത്ത് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സാണിത്. ഓക്കെ, അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ വന്നു കഴിഞ്ഞാൽ കുറേ സ്റ്റോറുകളൊക്കെ തപ്പിയിട്ടാണ്, കാരണം ഇവിടെ നമ്മുടെ സ്റ്റൈലിന് പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ കിട്ടില്ല. അപ്പം അങ്ങനെ തപ്പി ഞാൻ കണ്ടുപിടിച്ച ഡ്രസ്സാണിത്. വൈറ്റിൽ ഇങ്ങനെ ഒരു ഫ്രില്ലൊക്കെ വെച്ചിട്ട് ഒരു ഡ്രസ്സാണ്. ഇതിന്റെ ബാക്കിൽ ഇങ്ങനൊരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. ഇതൊരു ലോങ് സ്ലീവ് ആണ്. ഇത് വേണമെങ്കിൽ ഇത് ലാസ്റ്റിക് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചുരുക്കിയിട്ട് ഇത് ഹാഫ് സ്ലീവും ആക്കാം. അപ്പം ഞാൻ അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം, ഇട്ടിട്ടുള്ള വീഡിയോ. അപ്പം ഇത് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇവിടുത്തെ ഒരു ഡ്രസ്സിനും ലൈനിങ് എക്സ്പെക്ട് ചെയ്യരുത്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ടോപ്പൊക്കെ മേടിക്കാൻ നമ്മൾ ലൈനിങ് ഇട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ടോപ്പിന് ലൈനിങ് ഇല്ല. നെറ്റ് പോലത്തെ മെറ്റീരിയൽസിന് മാത്രമേ ഇവിടെ ലൈനിങ് വെച്ച് വരത്തുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഇതിന് ലൈനിങ് ഇല്ല. നമ്മൾ നല്ലപോലെ വൈറ്റ് കളറുള്ള എന്തെങ്കിലും വെച്ച് പെയർ ചെയ്താൽ, അകത്ത് പെയർ ചെയ്താലേ ഉള്ളൂ ഇടാൻ പറ്റത്തുള്ളൂ. നല്ലപോലെ നിഴൽ പിടിക്കും. പക്ഷെ കൊള്ളാം, നല്ല പഫ് സ്ലീവ് ഒക്കെ വന്നിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് ലൂസാണ് ഇത്. കളറുള്ള ജീൻസിന്റെ ഒക്കെ കൂടുതൽ പെയർ ചെയ്യാൻ അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ കളറുള്ളൊരു പാൻറ് കണ്ടു വെച്ചിട്ടുണ്ട്, നല്ല മരിയെന്ന് പൊക്കണം. അപ്പം അതിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ വേണ്ടി വളരെ നല്ലൊരു ടോപ്പാണിത്. ഇതിന്റെ കമ്പനി വന്നിട്ട് പെപ്പാൻകോയുടെയാണ്. റേറ്റ് 10-നടുത്ത് 10 പൗണ്ട് സംതിങ് ആണ്. 10-ൽ താഴെയല്ല, എന്താണെങ്കിലും 10 പൗണ്ട് 12 പൗണ്ട് ആ ഒരു റേഞ്ചിലാണ് ഈ ടോപ്പിന്റെ റേറ്റ് വന്നിട്ട്. അപ്പം നമ്മുടെ അടുത്ത ടോപ്പ് വന്നിട്ട് ഇതാണ്. ഇത് എഗെയിൻ പെപ്പാൻകോയുടെ തന്നെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതിന് എക്സാക്ട്ലി എനിക്ക് പറയാം, ഇതിന് 8 പൗണ്ട് ആയിരുന്നു ഇതിന്റെ റേറ്റ്. കാരണം ഞാൻ റീസെന്റ് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു വള്ളി കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ, വേണമെങ്കിൽ നമുക്കിതിങ്ങനെ ചെയ്ത് ഇട്ട് കാണിച്ചാൽ മനസ്സിലാകത്തുള്ളൂ അല്ലേ. ഇങ്ങനെ ചുരുക്കിയിട്ട് നമുക്ക് സെന്ററിൽ ഒന്നെങ്കിൽ നമുക്ക് സാധാരണ ടോപ്പ് പോലെ ഇടാം, അല്ലെങ്കിൽ ഈ ഒരു ചെസ്റ്റ് ഏരിയയിൽ കുറച്ചൊന്ന് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാം. എന്തായാലും ഷേപ്പ് ചെയ്യണം, അത്രയും നമുക്കിത് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു എന്താണ്, പുലിയുടെയൊക്കെ തോലൊക്കെ പോലെ അല്ലേ. ഇത് എക്സാക്ട്ലി ഇതിന്റെ ഇത് വൈറ്റ് കളറല്ല, ഒരു സാൻഡൽ കളർ, ഓഫ് വൈറ്റ്, അങ്ങനെ എന്തൊരു കളറാണ് കേട്ടോ. എഗെയിൻ ഇത് വന്നിട്ട് 3/4 ആണ് സ്ലീവ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്, നല്ല ഫിറ്റിംഗ്. പിന്നെ ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഒരു അബദ്ധം പറ്റിയെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നമ്മുടെ നാട്ടിലുള്ള ഡ്രസ്സുകൾ എടുക്കുമ്പോൾ നമ്മൾ ഒരു ഇച്ചിരി സൈസ് കൂടുതൽ എടുക്കുള്ള ജീൻസ് ടോപ്പൊക്കെ ആണെങ്കിൽ അങ്ങനെ ഞാനിത് മീഡിയം എടുക്കേണ്ടതിന് ലാർജ് എടുത്തത്. പക്ഷേ ഇത് ശരിക്കും മീഡിയം തന്നെ എടുക്കണമായിരുന്നു, എന്നാലേ ഉള്ളൂ ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യാന്നൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് വർക്ക് ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഞാൻ ഇടുമ്പോൾ എന്താ സംഭവിക്കാമെന്ന് ചോദിച്ചാൽ, ഞാൻ സൈഡിൽ വീഡിയോ കാണിക്കാം. ഇതിന്റെ ഈ നെക്ക് ഏരിയ ഭയങ്കരമായിട്ട് ഇങ്ങനെ തുടിഞ്ഞു കിടക്കും. അപ്പം നമ്മൾ ഒട്ടും കംഫർട്ടബിൾ അല്ല. അപ്പം ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ, ഇപ്പോഴത്തെ ഡ്രസ്സിന്റെ എല്ലാം കൂട്ടത്തിൽ ഇങ്ങനെ വരും. നമുക്ക് ഹാങ്ങറിൽ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുമ്പം ഈ ഡ്രസ്സിന്റെ സ്ലീവിനൊന്നും എന്താ ഡാമേജ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇതിലാണ് വരുന്നത്. അടുത്ത് തേർഡ് വരുന്നത് ഒരു സ്വെറ്റ് ഷർട്ട് പോലത്തെയാണ്. എന്താണ് പറയുന്നത്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബനിയൻ ടൈപ്പാണ്. ഇതിന് ഒരു എന്താണ് ടർട്ടിൽ നെക്കാണ് വരുന്നത് ഇങ്ങനെ. അപ്പം ഇത് ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചല്ല, ഞാൻ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാണ്. പീകോക്സിൽ തന്നെയാണ് ഞാനത് മേടിച്ചത് കേട്ടോ. അപ്പം ഇതാണ് ആ ടോപ്പ്. ഇതും ഇച്ചിരി ഞാൻ ഇത് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് കാണുമ്പോൾ ഇത് എനിക്ക് എൻ്റെ സെയിം സൈസാണോ എന്നൊക്കെ തോന്നും. പക്ഷെ ഇത് ഇട്ട് കഴിയുമ്പോൾ ഒരു കുറച്ച് ഓവർ സൈസ്ഡ് ആണ്. പക്ഷെ കുഴപ്പമില്ല, ഫ്രണ്ടൊക്കെ ഒന്ന് ടക്കിൻ ചെയ്തൊക്കെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഇതിന്റെ കളർ വന്നിട്ട് ബീജല്ല, പക്ഷെ ഒരു ഓറഞ്ച് പോലെ വന്നിട്ടൊരു കളറാണ്.
ബീച്ചിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡ്, അങ്ങനെ പറയാൻ പറ്റും, അങ്ങനെ എന്തോ ഒരു കളറാണ് കേട്ടോ. അതാണ് മൂന്നാമത്തെ എൻ്റെ ടോപ്പ്. വീണ്ടും ഫുൾ സ്ലീവാണ്. സ്ലീവിനറ്റത്തും ഇതുപോലത്തെ സ്റ്റിച്ചാണ് വരുന്നത് കേട്ടോ. ഇതൊരു കോമൺ സ്റ്റിച്ചാണെന്ന് തോന്നുന്നു ഈ ബനിയൻ ടൈപ്പിലൊക്കെ വരുന്ന കൂടെ. ഓക്കെ, ഫോർത്ത് വന്നിട്ട് ഒരു ബ്ലാക്ക് ടീഷർട്ടാണ്. ഈ ടീഷർട്ട് ഞാൻ മേടിച്ചതല്ല, വിച്ചു മേടിച്ച ടീഷർട്ടാണ്. പക്ഷേ ഇത് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇത് മേടിച്ച്, എന്തോ ഒരു ടീഷർട്ട് മേടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ വന്നിട്ടാണ് ഞാനത് തുറന്നു നോക്കുന്നത്. തുറന്നു നോക്കിയത് എൻ്റെ മനസ്സിലൊരു ലഡു പെട്ടി, കാരണം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഓവർ സൈസ്ഡ് ടീഷർട്ടായിട്ട് ടക്കിൻ ചെയ്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര അടിപൊളിയാണ്. ഇത് മെൻസാണ്, പക്ഷേ ഞാനത് അടിച്ചു മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ പുറത്ത് വരുന്നതോടെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. എഗെയിൻ ഇത് ഞങ്ങൾ അന്ന് പ്രൈമാർക്കിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഷൂ ഒക്കെ മേടിച്ച കൂട്ടത്തിൽ മേടിച്ചതാണ്. അതുപോലെ ഈ പറഞ്ഞ പ്രൊഡക്ട്സ് ഒക്കെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. ഈ പ്രൈമാർക്കിലെ നമ്മൾ ക്ലോത്ത് മിക്കതും നോക്കുകയാണെങ്കിൽ മെയ്ഡ് ഇൻ ബംഗ്ലാദേശ്, പിന്നെ ഏതോ ഒരു ആഫ്രിക്കൻ കൺട്രി, ഏതായിരുന്നു കൺട്രി, ഏതോ ഒരു ആഫ്രിക്കൻ കൺട്രി, അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇമ്പോർട്ട് ചെയ്ത് വരുന്നത്, അതൊന്നും UK തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഷെയർ ചെയ്തില്ലെങ്കിൽ ഞാനത് അടിച്ചു മാറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ടീഷർട്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചത്. കാരണം നമുക്ക് ഇവിടുന്ന് ഷർട്ട് എന്തെങ്കിലും ഡ്രസ്സൊക്കെ മേടിക്കണേ ഉള്ളൂ. ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പം നമ്മൾ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ചും കൂടെയൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ. ഇപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സംഭവങ്ങളെ കൊണ്ടുവന്നുള്ളൂ, കുറച്ച് ടോപ്പൊക്കെ കൊണ്ടുവന്നുള്ളൂ. അപ്പം പിന്നെ ഇപ്പോൾ ഞാൻ അങ്ങനെ വർക്കിനല്ലാതെ പുറത്തേക്ക് പോകുന്നില്ല. ഇപ്പോൾ ക്ലാസ്സൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിനും പോകുന്നില്ല. അപ്പം വെറുതെ മേടിക്കണ്ടല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ അടുത്ത മാസം റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പം ഇടാൻ വേണ്ടിയാണ്. പക്ഷെ അന്നേരത്തേക്കിനും എന്താണ് പറയുന്നത്, വിൻ്റർ ആകും. പിന്നെ നമ്മളിത് ഏത് സ്റ്റൈൽ ഡ്രസ്സ് ഇട്ടാലും ഫുൾ ജാക്കറ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ കൂടുതലും വന്നിട്ട് ഡ്രസ്സൊന്നും മേടിക്കാതിരുന്നത്. അപ്പം ഇപ്പം സമ്മറിൽ കുറച്ച് ഒന്ന് അടിപൊളിയായിട്ടൊക്കെ ഇറങ്ങണം എന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങനെ 1-2 ഡ്രസ്സുകൾ ഞാൻ മേടിച്ചത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഡ്രസ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.